അങ്ങനെ ഓപ്പറേഷൻ തുഫാൻ ഗംഭീരമായി പോകുമ്പോൾ കൊച്ചിയിൽ കഞ്ചാവും MDMA പിടികൂടിയിരിക്കുന്നു. ഡാൻസ് ഓഫ് സംഘം 20.27 കിലോ കഞ്ചാവുമായി ബംഗാൾ സ്വദേശി പിടിയിലായി. 6 ഗ്രാം MDMA തൃക്കാക്കര സ്വദേശിയുമാണ് പിടിയിലായത്. രാഗിൻ ചേരുന്നുണ്ട്. രാഗിൻ, എവിടെ നിന്നൊക്കെയാണ് ലഹരി സംഘങ്ങളെ പിടികൂടിയത്? അളവും കൂടുതലാണല്ലോ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ടുള്ള പരിശോധനകൾ ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നു. ഇതിന്റെ ഭാഗമായി 2 കേസുകളിലെ 2 പേരെയാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് ഡാൻസ് ഓഫ് സംഘം. ഒന്ന് ഇടപ്പള്ളിയിൽ നിന്നാണ് ഒരാളെ പിടികൂടിയിരിക്കുന്നത്, അതായത് സിക്കന്ദർ മൊല്ല പശ്ചിമ ബംഗാൾ സ്വദേശിയാണ്. ഇയാളെ ഇപ്പോൾ ഡാൻസ് ഓഫ് സംഘം പിടികൂടിയിരിക്കുകയാണ്. 20 കിലോഗ്രാം കഞ്ചാവാണ് ഇയാളിൽ നിന്ന് പിടികൂടിയിരിക്കുന്നത്. ഒഡീഷയിൽ നിന്നാണ് ഈ കഞ്ചാവ് സംസ്ഥാനത്തേക്ക് എത്തിച്ചത്. ബസ്സിൽ വന്ന് ഇറങ്ങുകയായിരുന്നു എന്നതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഇയാൾ കഴിഞ്ഞ 8 വർഷമായി ഇവിടെ ഉണ്ട്. ആ ആക്രി കച്ചവടത്തിന്റെ മറവിലാണ് ഇയാൾ ഈ ലഹരി വിൽപ്പനയും ലഹരി കടത്തും ലഹരി കച്ചവടവും ഒക്കെ നടത്തി വന്നിരുന്നതെന്ന് എക്സൈസ് സംഘം ഡാൻസ് ഓഫ് സംഘം വ്യക്തമാക്കുന്നു. എന്തായാലും അതിന്റെ ഭാഗമായിട്ടുള്ള പരിശോധനകളൊക്കെ തന്നെ ഉണ്ടാകും. കൂടുതൽ കാര്യങ്ങൾ നോക്കും. ഇതോടൊപ്പം സുർജിത്ത് എന്നയാളെ കൂടി ഇപ്പോൾ ഡാൻസ് ഓഫ് പിടികൂടിയിട്ടുണ്ട്. അതായത് 6 ഗ്രാമോളം വരുന്ന MDMA ആണ് ഇയാളിൽ നിന്ന് കണ്ടെടുത്തത്. ആ 6 ഗ്രാമോളം വരുന്ന MDMA കണ്ടെടുത്തതുമായി ബന്ധപ്പെട്ട് വിശദമായിട്ടുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. ഇയാൾ നിരവധി ലഹരി കേസുകളിൽ പ്രതിയാണ് എന്നതാണ് പോലീസ് സംഘം വ്യക്തമാക്കുന്നത്. നേരത്തെ എക്സൈസിന്റെ ഭാഗമായിട്ടുള്ള ഓപ്പറേഷൻ തണ്ടറും വ്യാപകമായി തന്നെ ശക്തമായി തന്നെ മുന്നോട്ട് നിൽക്കുകയാണ്. 94 ഗ്രാമോളം വരുന്ന MDMA ഈ ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി എക്സൈസ് പിടികൂടിയിരുന്നു. എന്തായാലും ശക്തമായിട്ടുള്ള പരിശോധന നടക്കുന്നു. അപ്പോൾ കുറുക്കു വഴികളിലൂടെ ഇത്തരം ചില കാര്യങ്ങളൊക്കെ തന്നെ ഈ ഫ്ലാസ്കിലും കൊച്ചിയിൽ നിന്നും ഓപ്പറേഷൻ തൂഫാൻ അപ്ഡേറ്റ് നൽകിയത്.